കൊല്ലം കൊട്ടാരക്കര ഗാന്ധിമുക്കിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. വിരമിച്ച അധ്യാപികയായ സരസമ്മയെയാണ് വീട്ടിൽ കയറി അയൽവാസി മർദ്ദിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വൃന്ദ ഗോവിന്ദ് ചേരുന്നുണ്ട്. വൃന്ദ, വിരമിച്ച ഒരു അധ്യാപികയെയാണ് അയൽവാസി ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നത്. എന്തിനാണ് ഈ ഒരു മർദ്ദനം, എന്തിന്റെ പേരിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നിയമപരമായ എന്തെങ്കിലും നടപടികളിലേക്ക് ഈ അധ്യാപിക നീങ്ങിയിട്ടുണ്ടോ? അധ്യാപികയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് കൊല്ലം കൊട്ടാരക്കരയിലാണ് ഈ ഒരു സംഭവം. റിട്ടയർഡ് അധ്യാപികയായ സരസമ്മയാണ്, 48 വയസ്സുള്ള സരസമ്മയെയാണ് അയൽവാസി ക്രൂരമായി മർദ്ദിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാവുന്നതാണ്. അത്രയും ക്രൂരമായി തന്നെയുള്ളൊരു മർദ്ദനമാണ് സംഭവ സ്ഥലത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ അയൽക്കാരാണ്. നേരത്തെയും ഇവർ തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, തമ്മിൽ വാക്കേറ്റം എല്ലാം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെയും പതിവ് പോലെ തന്നെ ഇവർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുകയും അയൽക്കാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നതിനിടയിൽ ഈ 70-കാരനായിട്ടുള്ള പ്രതി ശശിധരൻ ഈ വഴക്കിന് ശേഷം ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് വീട്ടിൽ കയറി ഇവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ പ്രതി 70-കാരനായ ശശിധരൻ പോലീസിന്റെ പിടിയിലാണ്. പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം റിമാൻഡ് ചെയ്യും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അയൽക്കാർ തമ്മിൽ നേരത്തെ ഒരു വാക്കേറ്റം ഉണ്ടായിരുന്നു, വഴക്ക് ഇവർ പതിവാണ് എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ശശിധരൻ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു. ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് റിട്ടയർഡ് അധ്യാപിക, ഈ 78 വയസ്സുള്ള ഈ വയോധിക, ഇവരെ ആക്രമണത്തിൽ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വീണ്ടും ഈ ശശിധരൻ ഇവരെ ഈ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വടി പിടിച്ച് വാങ്ങിക്കൊണ്ട് തിരിച്ച് മർദ്ദിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ക്രൂരമർദ്ദനമാണ് ഇവിടെ നടന്നത്. അവിടെ നിന്നും അവരെ വയോധികയെ വലിച്ച് മുറ്റത്തേക്ക് ഇറക്കി, സ്റ്റെപ്പിൽ നിന്നെല്ലാം തന്നെ നിരക്കി ഇറക്കുന്ന ഒരു സാഹചര്യം അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരത്തിൽ വലിയ ശബ്ദത്തിൽ അവർ നിലവിളിക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഒരു ആക്രമണത്തിന് പ്രതിരോധിക്കാൻ എന്ന വണ്ണം വയോധിക ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വലിയ രീതിയിലുള്ള മർദ്ദനമാണ്, ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ശശിധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വടി ഉപയോഗിച്ചടക്കം തന്നെ അവർ അവരെ മർദ്ദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിലത്ത് നിന്ന് വലിച്ച് പുറത്തേക്ക് എടുത്ത് അവിടെ നിന്നും ക്രൂരമായി മർദ്ദിക്കുന്നു, വടി ഉപയോഗിച്ച് മർദ്ദിക്കുന്നു, മറിച്ചിട്ട് അവരെ ഉപദ്രവിക്കുന്നു. അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണ്, നമുക്ക് കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്തത്ര വിധത്തിലുള്ള മർദ്ദനമാണ് അവിടെ നടക്കുന്നത്. വയോധിക രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, വലിയ രീതിയിൽ ഒച്ച വയ്ക്കുന്നുണ്ട്. ഈ പരിസരത്ത് നിന്നും ആരും അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതും മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം അവസാനം കയ്യാങ്കളിയിലേക്കും എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 70-കാരനായ ശശിധരനാണ് പ്രതി. ഇപ്പോൾ അറസ്റ്റിലാണ്. ശശിധരനാണ് 78-കാരിയായ റിട്ടയർഡ് അധ്യാപികയായ സരസമ്മയെ വീട് കയറി ആക്രമിച്ചത്. അതുല്യ. ശരി വൃന്ദ, കൊല്ലം കൊട്ടാരക്കര ഗാന്ധിമുക്കിൽ റിട്ടയർഡ് അധ്യാപികയായ സരസമ്മയെ അയൽവാസി വീട്ടിൽ കയറി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ആക്രമണം നടത്തിയ ശശിധരൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഉച്ചയ്ക്ക് ശേഷം ഇയാളെ റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വൃന്ദയാണ് വിശദാംശങ്ങൾ നൽകിയത്.